ജയ്പൂർ. നമ്മൾ ഇന്നലെ എത്തി. ഇന്ന് രാവിലെ പിന്നെ ഹെവ്യാനെ പോകുന്ന തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാനായില്ല. ഹെവ്യാനെ പോയി ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചെത്തി. നമ്മൾ ജസ്റ്റ് റൂമിൽ ചില്ലിങ് ആണ്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ആര് വരും പറയൂ. മോള് വരും. അമ്മ ശരിക്കും പറമ്മ. ഓക്കെ ഗായ്സ്, നമുക്കൊരാളെ കാണാം. ഇതാരാണ്? സായിപ്പനുണ്ടായിരുന്നു. ആ ലുക്ക് മാറിയല്ലേ? എങ്ങനെയുണ്ട് ജയ്പൂർ? ഇഷ്ടമായോ? ജയ്പൂർ is a good city. ഓ മൈ ഗോഡ്, ഹിന്ദി പഠിച്ചത്. ഇവിടെ സ്ഥിര താമസാക്കാൻ വേണ്ടി ഒരു പരിപാടിയില്ല. ഇവിടെ ഇനി വേറൊരു ഫാമിലി തുടങ്ങാണ്ട് അമ്മ നോക്കിയാൽ. ഓക്കെ, അപ്പം ഇനി നന്ദു വന്നിട്ട് നമ്മൾ ഫുൾ ഡേയ്സ് പ്ലാനൊക്കെ ചെയ്ത് വിൽ ബി ഗോയിങ് ഔട്ട്. സോ യാ, ദാറ്റ്സ് ഹൗ ആർ പ്ലാൻ ഇസ്. ഭയങ്കര ചൂടാണ് ആക്ച്വലി, നല്ല ചൂടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മേ ബി രാവിലെ പുറത്തിറങ്ങിയിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഫ്ലാറ്റിൽ കയറുമായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. സോ യെസ്, ഇപ്പം നമ്മൾ ചായയൊക്കെ വെച്ച് കുടിച്ചു. ഓക്കെ, സോ വെൽക്കം ടു ആർ ജയ്പൂർ വ്ളോഗ്. नीचे आने के लिए फिर से वही करना पड़ेगा? नहीं, अगर आप 700 रुपये 500-700 रुपये में करोगे. बारिश हो रहा है, मैं तो वही सोच रही हूँ. കണ്ടു ഗൈസ്, ഇതാണ് നമ്മളിപ്പോൾ ആംബർ ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്ദു സ്റ്റാർട്ടിംഗ് ഡ്രൈവർ. ആടെ ഹിന്ദി സ്പീക്ക് ചെയ്യുന്ന ഗൈഡ് ഉണ്ട്. Guys, we are going for a safari, jeep safari in Amber Fort. Yes. നമ്മൾ ആംബർ ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പടി പിടിച്ച് രണ്ടടി കൂടുന്ന പശുവിനെ കണ്ടു. നമ്മളെപ്പോലെ തരും എന്തോന്നെന്തോ. ആദ്യം തന്നെ നമ്മൾ കുണ്ടിലാണ് പോകുന്നത്. കുണ്ടെത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് ഗൈസ് പന്ന മീനാക്ക കുണ്ട്. കുണ്ടിലെത്തിയിരിക്കുന്നു. ഇവിടെയാണ് പണ്ട് രാജാക്കന്മാര് കുളിച്ചോണ്ടിരുന്നത്. फोटो डाला एक का 10 देना पड़ेगा क्या आपको? अब ये नहीं चाहिए, फिर अब ये फोटो दिखाना है इसको. ഇവിടെയാണ് ജോധ അക്ബർ മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ദ പാലസ്. ദിസ് ഈസ് വെയർ ദ സോൾജിയേഴ്സ് ലിവ്. അതിൻ്റെ അങ്ങ് കാണുന്നതാണ് റാണിയുടെ റൂം. അവിടെ ഈ കാണുന്നതാണ് ഈ ലോക്കൽ ആൾക്കാരും മഹാരാജയും തമ്മിൽ മീറ്റിംഗ് നടക്കുന്ന സ്ഥലം. ആൻഡ് ദിസ് ഈസ് ദ പരേഡ് ഗ്രൗണ്ട്. This is
ഷീഷ് മഹൽ ഗൈസ്. ഇവിടെ ഇയാൾ പറഞ്ഞത് ഈ കളർ മൊത്തം വെജിറ്റബിൾ ഡൈസിൽ നിന്നുണ്ടാക്കിയതാണ്. ആൻഡ് ഇതെത്ര ആയാലും ഫെയ്ഡ് ആവില്ല. അതൊക്കെയാണ് ഇവർ പറഞ്ഞു തരുന്നത്. This is the whole view of old Jaipur. പന്ത്രണ്ട് ഭാര്യമാരെ രാജാവ് കാണുന്ന സ്ഥലം. ഗൈസ്, നമ്മളിപ്പോൾ ആൽബർട്ട് മ്യൂസിയത്തിലാണുള്ളത്. പക്ഷെ ഞാൻ കുറച്ച് സൈഡായി കുറച്ച് ഞാൻ ഛർദ്ദിച്ചു. ക്ഷീണമായി. ഞാൻ പറയാം ഒരു ലൈം സോഡയോ എന്തെങ്കിലും ഒന്ന് വാങ്ങി കുടിച്ചെങ്കിൽ ഒരു ഉഷാറാവുകയും. ഇങ്ങോട്ടൊക്കെ ഗൈസ്, അപ്പം നമ്മൾ പുതിയൊരു വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. ട്രാവൽ ചെയ്തു. നമ്മൾ കുറെ കാലമായിട്ട് ഇന്നലെ കണ്ടപ്പോഴേ പോണം എന്ന് വിചാരിച്ച ഒരു വണ്ടി. ഫ്രണ്ടിലാണ്. ആരോടൊന്നും കൊണ്ടുത്തരാൻ പറഞ്ഞാൽ ഇങ്ങനെ ആസ്വദിക്കുന്നത് നോക്കി ബൈക്കുമ്പിൽ നോക്കി ആസ്വദിക്കും. പക്ഷെ സുരഭി പറഞ്ഞ ജയ്പൂർ സേഫ് സിറ്റി ആണല്ലേ? സേഫ്റ്റി കുറവൊന്നുമില്ല. നമ്മൾ ബാപ്പു ബസാറിന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്ത് ഇപ്പം ഇറങ്ങി. അച്ഛനെ അമ്പാടിനെ നമ്മൾ നേരത്തെ റൂമിലേക്ക് അയച്ചു. കാരണം അവർക്ക് അത്ര ടോളറൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നമ്മൾ മൂന്നാളും കൂടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു റൂമിലേക്ക് പോവാണ്. ഇന്നത്തെ വെതർ അത്യാവശ്യം നല്ലതാണ്, അത്ര ചൂടില്ല. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എനിക്ക് ആ ആൽബർട്ട് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങുന്ന വരെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് പറഞ്ഞിട്ടോ, മാർക്കറ്റ് കണ്ടേരെ ആ ക്ഷീണം പമ്പ കടന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മളൊരു നാരങ്ങയും തണുത്ത വെള്ളവും എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിച്ച് നടക്കുകയാണ്. ഒരു ഡ്രൈവറോട് ചോദിക്കണം, ചോദിച്ച് കിട്ടിയാൽ ഭാഗ്യം. ഒന്നും കൂടി കറങ്ങി. അന്ന് തല ഇറങ്ങിയാ പകുതി 50. നമ്മൾ ഇന്നത്തെ ട്രിപ്പ് തുടങ്ങുന്നത് ഇങ്ങോട്ടാണ്. സിറ്റി പാലസ്, ഹവാ മഹൽ, മറ്റേ ജന്തർ മന്ദർ, അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇന്ന് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ട്രഡീഷണൽ രാജസ്ഥാനി ഔട്ട്ഫിറ്റ്സിലും കൂടിയാണ് ഉള്ളത്. അപ്പം നമ്മൾ സിറ്റി പാലസിലേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ്.
ദേഷ്യം വന്നിട്ട് ഒരു പാലസിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമായിട്ടിരിക്കുന്ന അമ്മയും അച്ഛനും. ഇന്നലെ 300 റുപ്യക്ക് ഒരു ബാപ്പു ബസാർന്നൊരു പാവാട മേടിച്ചതാണ്. അത് ഇന്നത്തേക്ക് കയറിപ്പോയി ഗൈസ്. എൻ്റെ ഓട്ട കാണിക്ക്. കുഴപ്പമില്ല, ഓട്ട നമ്മൾ അടച്ചിരിക്കുന്നു. ആദ്യമായിട്ട് ജയ്പൂർ മഴ പെയ്യാണ്. നമ്മൾ വന്നതിന് ശേഷം ആദ്യമായിട്ട് മഴ പെയ്യാണ്. ഇതാണ് ഹവാമഹലിൻ്റെ ഉള്ളിൽ. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ സ്ഥലം. എനിക്ക് പിന്നുണ്ടെങ്കിൽ മതി. നിങ്ങൾ ഈ ഒലക്ക ഒരു പിന്ന് വരില്ലാതെ ഹാൻഡ് ബാഗ്. അമ്മേന്റെ എന്ത് ഹാൻഡ് ബാഗ്? ഞാൻ ഈ ഹായ് ഗൈസ്, നമ്മൾ നഹാർഗർ ഫോർട്ടിൽ പോവുകയാണ്. അവിടെ എത്തോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ, കാരണം വിട്ടപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. വെരി എന്താ പറയാ, കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്തൊരു സാധനം. അങ്ങനെ നന്ദുവിനെ കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറയാൻ പറഞ്ഞാൽ ഐ വുഡ് സേ ട്രിപ്പിന് കൂട്ടാൻ പറ്റിയ ആളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് പോകുന്നതെന്നല്ല. അപ്പം ലിമിറ്റഡ് ടൈമിലെല്ലാം കാണേണ്ടി വരും. ആ ഒരു ടൈം സ്ലോട്ടൊക്കെ പറ്റൂല. നിങ്ങൾ കുറച്ച് സാവധാനം സമയം എടുത്ത് ഒരു 1-2 മാസം ഉണ്ടെങ്കിൽ എല്ലാം കണ്ട് എല്ലാം കാണാനോ. അതുകൊണ്ട് ഒരു ദിവസം ഒരു സ്ഥലത്ത് അതുകൊണ്ട് അങ്ങനെ എല്ലാവരും നോക്കാം. പുതിയ നഖം വാങ്ങി അതിനാണ് അത് കുറേ നേരമായി മൂക്ക് ചൊറിയത്. അതൊരു ജോയിന്റ് ആകാത്ത പോലെ ഉണ്ട്. എന്റെതല്ല നല്ല വളർന്ന പോലെ ഉണ്ടല്ലോ. നമ്മൾ ഈ സ്ഥലത്തെ കൂടി തന്നെ ഇവിടെ വന്നിട്ടൊരു 10ാമത്തെ പ്രാവശ്യം അങ്ങനെ പോകുന്നത്. എവിടെ പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എവിടെ ഇപ്പം നാളെ 5 മണിക്കാണ് നമ്മൾ ആഗ്രയിലേക്ക് പോകാനുള്ള വണ്ടി വരിക. അതാണെങ്കിൽ ഇപ്പം ഇവിടെ വന്നൊരു പ്രശ്നം. മിക്കവാറും ഇവിടെ വീട്ടിൽ കിടത്തിയിട്ട് നമ്മൾ പോലാണ്. കാരണം 4 ആളാണ് വണ്ടിയിലും സുഖം. അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ചില്ല് പോയി ഞാൻ പിന്നെ അല്ലെങ്കിൽ അച്ഛനും ഡ്രൈവറും കൂടി ഇവിടെ എടുത്ത് കയറ്റണം. സംതിങ് ഷുഡ് ഹാപ്പൻ. അപ്പം ബാക്കി വിശേഷങ്ങളുമായി ഞാൻ വരുന്നതാണ്. ഓക്കെ. നമ്മളപ്പോൾ ഇന്ന് ബ്ലൂ പോട്ടറി ശേഖരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അറിയില്ല എന്താവുന്നല്ലോ, പക്ഷെ എന്നാലും സ്റ്റില്ലൊരു കൗതുകത്തിൻ്റെ പുറത്ത് ഇറങ്ങിയതാണ്. നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബ്ലൂ പോട്ടറിയുടെ അന്വേഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ബ്ലൂ പോട്ടറി പോയിട്ട് ഒരു ബ്ലൂ കളർ വരെ എവിടെയും നമ്മൾ കണ്ടില്ല. അതായിരുന്നു സത്യം. ഓരോ കടയിൽ പോകുമ്പോൾ അവർ അപ്പുറത്തുണ്ട്, അവിടുത്തെ കടയിലുണ്ട്, അപ്പുറത്ത് പോയാൽ മതി എന്ന് പറഞ്ഞ് ഒരു 4-5 കിലോമീറ്റർ പോയി. ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് പീടിക കയറി. അവിടെ നമ്മൾ ഒരു വെസൽ മാത്രം അമ്മ വാങ്ങി. കാരണം അങ്ങനെയെങ്കിലും അത് ഒരു ഓർമ്മയ്ക്കിരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതാ ഇപ്പം തിരിച്ച് ഫോട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോകുന്നു. നേരത്തെ ക്യാബിലങ്ങ് പോകേണ്ടതായിരുന്നു, പക്ഷെ ഓരോ വേണ്ടാത്ത കഴപ്പ് വേണം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം പുലർച്ചെ 5 മണി. ജയ്പൂർ എത്തിയിട്ട് ആദ്യമായിട്ടാണ് ഇത്ര രാവിലെ എണീക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ പ്ലാൻ നേരെ ആഗ്രയിലേക്കാണ്. താജ് കാല് മുഴുവൻ ഇടുന്നില്ല. ഇത് കാലിനുള്ളിൽ ഇടുമ്പോൾ താജ്മഹലിൽ പോവാണ്. അപ്പോൾ ക്യാബ് ഇപ്പോൾ വരും. ഓക്കെ ഗായ്സ്, ഇപ്പോൾ 5 മണിയാണ്. ഇത് ജയ്പൂരത്തെ 5 മണി. ഇത്ര രാവിലെ ആഗ്രയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു. ഭാഗ്യവശാൽ എല്ലാവരും എണീറ്റ്. अरे क्या लगा रहा है? सनस्क्रीन लगा रहे हैं, सनस्क्रीन। तो ऐसे अच्छा है यार, नहीं होगा काला तो यार बाबू। अरे तो इतनी ज्यादा एक तेरे बाल तो ऐसे आएंगे ना, जावलिया जानते हैं। तेरी सबसे अलग हेयर स्टाइल है। ഗൈസ്, ഫൈനലി നമ്മൾ താജ്മഹൽ കണ്ടു. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ മൊമെന്റ്. വെരി ഹാപ്പി. ഒറിജിനൽ താജ്മഹൽ. ഡ്രീം കം ട്രൂ. ഇതാണ് താജ്മഹലിന്റെ ചുറ്റും ഒരു നദിയുടെ തീരത്താണ് എടുത്തിരിക്കുന്നത്. ഇത് വേറെ ഏതോ സാധനം. ദിസ് ഇസ് താജ്മഹൽ. നമ്മളെന്തൊരു അബദ്ധം പറ്റിപ്പോയി. ആക്ച്വലി നന്ദു ആയിരുന്നു നമ്മൾ താജ്മഹലിനടുത്ത 2 ഫോട്ടോയുടെ ഹാർഡ് കോപ്പി കൈ പിടിച്ചിരുന്നത്. അതൊക്കെ എവിടെയോ മിസ്സായിപ്പോയി. സോഫ്റ്റ് കോപ്പി കിട്ടിയിട്ടുണ്ട്. ഐ ഹോപ്പ് ഹാർഡ് കോപ്പിയും കൂടി എവിടെ നിന്നെങ്കിലും കിട്ടും. ഇങ്ങനെ പോയപ്പോൾ താങ്ക് യു. ഹാർഡ് കോപ്പി എവിടെ നിന്നും കിട്ടും തോന്നും. ആ ഒരു തിരക്കിലായിപ്പോയി. ഇപ്പോൾ ആഗ്ര ഫോർട്ടിൽ വന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ വെരി ഹ്യൂജ് ഫോർട്ട്. ഇറ്റ്സ് എ വെരി വെരി ഹ്യൂജ് ഫോർട്ട്.
നമ്മുടെ ആഗ്ര ട്രിപ്പ് എന്തായിരിക്കുകയാണ്. സിറ്റിയിലാണ് ഇവിടെ ഭയങ്കര കാറ്റാണ്, പക്ഷെ ഭയങ്കര ക്വയറ്റ്, നല്ല പ്ലേസ്. എന്തെങ്കിലുമൊക്കെ പറയാം. എന്നാ പറയാ നിന്ന് ഹൗസ് ആഗ്ര നന്ദു പറയും. നമ്മൾ ഫോട്ടോ വീണ്ടെടുത്തിരിക്കുന്നു സോഫ്റ്റ് കോപ്പിയിലേക്ക് കൂടി. നമ്മളത് എഡിറ്റ് ചെയ്ത് നമ്മൾ പ്രിൻ്റ് എടുത്ത് അങ്ങനെ നമ്മൾ ആഗ്ര ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. യെസ്, എങ്ങനെയുണ്ടായിരുന്നു ആഗ്ര ട്രിപ്പ്? സൂപ്പർ ട്രിപ്പ്. എൻജോയ്ഡ്. ഹൗ വാസ് ആഗ്ര ട്രിപ്പ്? നന്നായി. അങ്ങനെ ഫൈനലി ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടിയിരിക്കുകയാണ്. ഫ്രീ രസം. വന്നത് ഇതാണ് നമ്മുടെ ജയ്പൂരത്തെ കോലം. കാരണം എല്ലാ സ്ഥലത്തും വെയിലാണ്. അപ്പോൾ നമ്മളിങ്ങനെയാണ് നടക്കാറ്. അപ്പോൾ നമ്മളിത് ആ ഗേറ്റർക്ക് ഛത്രിയ എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാൻ വന്നു. അവിടെയും നമ്മുടെ കോലം ഇതാണ്. ഇത്രയും വലിയ കൊട്ടാരത്തിൽ വന്നിട്ട് കടന്നൊരാളുടെ അച്ഛൻ മാത്രം. പിക്നിക് സ്പോട്ടിൽ വന്നതാണ്. എല്ലാവരും പിക്നിക് വൈബിലാണല്ലോ. ഗൈസ്, അമ്മ നോക്കൂ. ഹൗ വാസ് ദ ജയ്പൂർ ട്രിപ്പ്? ഒരാളെ പെർസ്പെക്റ്റീവ്. ഫസ്റ്റ് അമ്മാരി. നല്ലതായിരുന്നു. വെറുതെ നല്ലതായിരുന്നു. നല്ല എന്താ ഏറ്റവും ഇഷ്ടമായി? താജ്മഹൽ. നന്ദു സ്ഥലം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ചില്ലായിരിക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫുഡ് പക്ഷെ ഞാൻ കണ്ടുപിടിച്ച സ്ഥലം നോക്കി ഇഷ്ടമായിട്ടില്ല. ടാസ്ക്. ഇന്നലത്തെ ഹൽദിഗ്രാമും ഇന്നത്തെ ആദ്യത്തെ നല്ലത്. അമ്മ പറയും. എൻ്റെ ക്വാളിറ്റി അച്ഛൻ പറയും. അച്ഛനങ്ങനെ എന്നാ എൻജോയ് ചെയ്ത്? അച്ഛനാകെ കുറച്ച് സ്ഥലങ്ങളെ എൻജോയ് ചെയ്തിട്ടുള്ളൂ. അതിലെന്നാ ഇഷ്ടമായി? താജ്മഹൽ, പിന്നെ മറ്റേ ഫത്തേപൂർ സിക്രി, പിന്നെ മറ്റേ ആമിർ ഫോർട്ട്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ബോട്ടിങ്ങിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് പോയ താജ്മഹലാണ് എല്ലാവർക്കും ഇഷ്ടമായത്. നമ്മൾ അത് നമ്മുടെ അച്ഛനും എനക്കാണ് എൻ്റെ നന്ദി എല്ലാവരും തരേണ്ടത്. കാരണം എൻ്റെ കോളേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജയ്പൂർ വന്നത്. ജയ്പൂരിൽ നിന്നാണ് നമ്മൾ ആഗ്രയിൽ പോയത്. അത് മാത്രമല്ല
കാറെന്ന് അച്ഛൻ ആ ഡ്രൈവറോട് ആഗ്രേനെ ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ആഗ്രയിൽ പോകാൻ പറ്റും തന്നെ അറിഞ്ഞത്. അപ്പം എനിക്കും അച്ഛനും എല്ലാവരും കൂടി ഒരു നന്ദി തരേണ്ടതാണ്. നിങ്ങൾ മൂന്നാലും വെറും യൂസ്ലെസ് ആണ്. ഇത്രയും ദിവസം അമ്മ വേറെ വേറെ ഡ്രസ്സ് ട്രൈ ചെയ്തു, പുതിയ അച്ഛൻ ഇതുവരെ അമ്മ ഇട്ടിട്ട് കാണാത്ത കുറേ ഡ്രസ്സ് അമ്മ ട്രൈ ചെയ്തു. അതിൽ അച്ഛൻ ഏറ്റവും അമ്മ ഇട്ടിട്ട് ഇഷ്ടമായ ഡ്രസ്സ് ഏതാ? പാവാടയും ബ്ലൗസും. പാവാടയും ടോപ്പുവാ. പക്ഷെ അന്നൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛൻ എൻജോയ് ചെയ്താ? പാവാടയും ബ്ലൗസും. അല്ല, അമ്മ ഇട്ടിട്ട് എൻജോയ് ചെയ്തോ? അച്ഛൻ്റെ നാട്ടിലിടാൻ പാടില്ല. നമ്മളപ്പോൾ തൂക്കി വെക്കുന്ന ബിരിയാണി കഴിക്കുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അച്ഛൻ്റെ ഒരു ഡൗട്ട് വാസ്, നന്ദു ഈ തൂക്കി വെക്കുന്ന ബിരിയാണി കുണമുണ്ടാവും. ബിരിയാണി ബാക്കിയില്ലോ പണി. പക്ഷെ ബോർഡിംഗ് പാസ്സാണ്. Chandigarh passenger with seat number 1 to 10, please proceed. ആധാറും ബോർഡിംഗ് പാസും മിസ്